ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് നിങ്ങൾക്ക് തംബ്ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതേ നമ്മുടെ കണ്ണൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഇന്ന് ഫെബ്രുവരി 26 കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വേറൊരു ദിവസം ചെയ്യാമെന്ന്. അപ്പോൾ ഫെബ്രുവരി 26 നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നത്, അതായത് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായി. താഴെ അമ്മായിമാരും മാമന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട് അടുത്ത് തന്നെയാണ്, നമ്മൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി നമ്മുടെ ഫാമിലീസിൽ കുറച്ച് പേരൊക്കെ കാണിച്ചു തരാം കേട്ടോ. പറ്റുന്നത്ര ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇവളെ ഒരിക്കലും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിന്റെ പേര് പറഞ്ഞേ? ആരാധ്യ. നിന്നെന്ത് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്? ആര്യാന്ന് കേട്ടോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. ആരാധ്യ എന്നാണ് ശരിക്കും പേര്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 3ൽ പഠിക്കുന്നത്. അപ്പോൾ ചുന്ദരി കുട്ടി ആയിട്ടുണ്ട് അല്ലേ? കണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഇതാ ചുന്ദരി ആയിട്ട് റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മാമൻ്റെ മോളാണ്, അതായത് രാഹുലേട്ടൻ്റെ അമ്മയുടെ ഇളയ ആങ്ങളുടെ മോളാണ്. വേണുമാമനല്ലേ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണുമാമൻ്റെ മോളാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴെ പോവാട്ടോ. താഴെ കുറച്ച് പേരുണ്ട്, അപ്പോൾ അവരെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. വാ. ഡെക്കറേഷൻ ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്നലെ 12:30 വരെ ചെയ്ത ഡെക്കറേഷനാണ് ഇതൊക്കെ കണ്ടോ. അപ്പൊ ഫോയിൽ കർട്ടനൊക്കെ താഴെ വീണു, അതെന്നെ എന്നെ സെറ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ആൾക്കാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കസിൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. നിങ്ങളെ പേരെല്ലാം പറഞ്ഞു. ഇത് ഞങ്ങളെ അമ്മായി കേട്ടോ, എത്രാമത്തെ അമ്മായി? രണ്ടാമത്തെ അമ്മായി. പേര് പറഞ്ഞോ? പാർവതി. അപ്പൊ നമ്മുടെ പാചകമൊക്കെ നടക്കാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുന്ന അറിയാം. അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. തേങ്ങ ചിരയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്റെ വലിയ അമ്മായിയാണ്, രാഹുലേട്ടന്റെ മാമന്റെ ഭാര്യയാണ്. നിങ്ങൾ പേരോ? പത്മാവതി. പപ്പിന്ന് വിളിക്കും, പപ്പിക്കുട്ടീന്ന് വിളിക്കും. അപ്പൊ ഇതെന്തിനിപ്പോ പായസത്തിനുണ്ട്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ തേങ്ങ ചേരാൻ ആളെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കാം. ഓക്കെ. അപ്പൊ ഇത് ഞങ്ങളെ വലിയ മാമനാട്ടോ. നേരത്തെ തേങ്ങ ചെയ്തെന്നുണ്ടായിട്ടേ ആ അമ്മായിയുടെ ഭർത്താവാണിത്. നിങ്ങളെ പേരാണ്? അങ്ങോട്ട് നോക്കും മാമ. അല്ല, അങ്ങോട്ടൊക്കെ പറയാ. നിങ്ങളെ പേര് അറിയോ? എന്റെ പേര് കുഞ്ഞനാണ്. അല്ല, ശരിക്കും പേരല്ല. രാമകൃഷ്ണൻ എന്നാട്ടോ പേര്. മാമൻ ഭയങ്കര ബിസിയിലാണ് ഇപ്പൊ. മാമനാണ് ഇവിടുത്തെ ഉള്ളിയൊക്കെ അരിയുന്നതാണ്. അവിടെ ഞങ്ങളുടെ കണ്ണൻ കുളിച്ചു കഴിഞ്ഞോട്ടോ. ഞാൻ ഇവനെ ഇപ്പൊ കുളിപ്പിച്ചതേ ഉള്ളൂ. ഇനി ഇവനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് റെഡി ആവണം. അവരെ കണ്ണൻ റെഡിയായി, ഞാൻ റെഡിയായി. അപ്പൊ കുറെ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്നൊന്നും എത്തിയിട്ടില്ല, അപ്പൊ അവരൊക്കെ ഇപ്പൊ എത്തുന്നതാണ്. അപ്പൊ കുറെ പിള്ളേഴ്സ് ഉണ്ട് കേട്ടോ, അവരെ കാണിച്ച്. ഇത് കുഞ്ഞുട്ടെ, ശരിക്കും പേര് പറഞ്ഞോ? അർജുൻ. നീ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 4ൽ പഠിക്കാണ്. അജിത ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അജിതേച്ചി എന്ന് പറഞ്ഞിട്ട്. അജിച്ചിയുടെ മോനാണ്. അമ്മ ഇല്ലടാ? അമ്മ കുറച്ചുണ്ടാവും വരും. ഇവന് ടിക്ടോക്ക് അല്ല, റീൽസിലൊക്കെ ഉണ്ട് കേട്ടോ. റീൽസില് അതന്നെ. അപ്പൊ ഇവരെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ ഇനി നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടെ. അപ്പൊ അത് ഞാൻ താഴെ പോയിട്ട് കാണിക്കാം. അപ്പൊ ഇപ്പോ കണ്ണൻ പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടി കണ്ണ, പാട്ട് പാടി. ബാബു പാടി. മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം നന്ദി പറയേണ്ട 2 പേരുണ്ട്. രഞ്ജു ഏട്ടനും പിന്നെ നവീൻ ബ്രോയാണ്. പിന്നെ രാഹുലേട്ടനോട് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം ഇന്ന് രാഹുലേട്ടൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ജംഗിൾ തീമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുള്ളേരിയിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിക്കണ്ണന്റെ ഡ്രസ്സ് കേട്ടോ. എങ്ങനെയുണ്ട് താഴെ കമന്റ് ചെയ്യണേ. ഉണ്ണിക്കണ്ണനെ പോലെ ഉണ്ടോ ഇവരെ കാണുമ്പോ? ഉണ്ണിക്കണ്ണനാണ് ഇവർ, ഉണ്ണിക്കണ്ണനാണ് ഇവർ. അപ്പൊ അതെ നമ്മുടെ പാചകമൊക്കെ ഇപ്പൊ പൊരിഞ്ഞ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ പാചകത്തിന് വലിയ മാമനുണ്ട്, നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. പിന്നെ വേറൊരു മാമനുണ്ട് കേട്ടോ, കാണിക്കും, മുഖം കാണിക്കും. അപ്പൊ ഇത് വേണാമനാണ്, അമ്മയുടെ ഇളയ ആങ്ങളെയാണ്. അപ്പൊ അതേ ചോറിനുള്ള പരിപാടിയാണ്, നെയ്ച്ചോറാട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അയ്യോ ഭയങ്കര പോകാം. പിന്നെ ചിക്കൻ കറി റെഡിയായോ മാമ? ചിക്കൻ കറി റെഡിയായി. പിന്നെ വേറെ എന്തൊക്കെ? ചിക്കൻ പൊരിച്ചോ? പൊരിച്ചിട്ടാ. അപ്പൊ അതെല്ലാം ചിലപ്പോ ഞാൻ കാണിക്കായിരിക്കും, പറയാൻ പറ്റില്ല. പൊരിച്ചിട്ടാ. ബാക്കി റെഡിയായോ? പായസായി. ചിക്കൻ പൊരിക്കണം, പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കണം. അതാണ് ഇപ്പോ മാമന്റെ ബിരിയാണി നെയ്ച്ചോറ്. അങ്ങനെ നമ്മുടെ പാചകവും വാചകവും ഒക്കെ ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ ഗ്യാങ്ങൊക്കെ എത്തിയിട്ടുണ്ട്. അച്ഛനമ്മയും പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ചക്കര, പാറു, കൺമണി. അപ്പോൾ ചക്കരയും കൺമണിയും ഏച്ചിയും അനിയത്തിയാട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ബഡായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ ആയി അവരെ കണ്ടിട്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതായത് ഞാനിപ്പോൾ ഇങ്കുറിനെ എടുത്തു കേട്ടോ. ഇങ്കുരു എന്നെ എന്തോ വിചിത്ര ജീവിയെ നോക്കുന്ന പോലെ നോക്കുകയാണ്. ഓന് കരയണോ അല്ലെങ്കിൽ ചിരിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എനിക്ക് തോന്നി ആ സമയത്ത് തന്നെ ഓന് കരയാൻ ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചിയും ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചേച്ചിയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം നമ്മളെ പിള്ളേരാട്ടോ, കാലം കാലത്തെ പിള്ളേർ. ഇവരെല്ലാം നേരെ ബ്ലോഗിൽ പെൺപടകൻ. അപ്പൊ ഇവരെ ഡാൻസിലും ഉണ്ടായിരുന്നു ദപ്പാങ്കുത്ത് അല്ല ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മേക്കപ്പ് ഇട്ടിട്ട് കഴിച്ചേ. ഇത് നമ്മൾ എന്റെ ഫസ്റ്റത്തെ കുഞ്ഞ്, ഞാൻ പറ്റതല്ല, ഞാൻ പറ്റാത്ത എന്റെ അങ്ങനെ ഞങ്ങളെ ഗസ്റ്റുകളൊക്കെ എത്തിക്കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ സർബത്തൊക്കെ കൊടുത്ത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ അവരെ സ്വാഗതം ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മുടെ കുറച്ച് ഫാമിലീസും കുറച്ച് നെയ്ബേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ലഡുവും ചോക്ലേറ്റൊക്കെ എടുത്ത് വെക്കാണ്. അപ്പോൾ കേക്കിൻ്റെ കൂടെ നമ്മൾ കപ്പ് കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ ഇവാൻ എന്നൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിരിക്കുന്നത് ബോവിക്കാനത്തെ രജനി ചേച്ചിയാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഓർഡർ ചെയ്തത്. അതും ജംഗിൾ തീമിലെ കേക്കാട്ടോ. നല്ല ടേസ്റ്റും ആയിരുന്നു, അതേപോലെ തന്നെ കാണാൻ നല്ല ലുക്കായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം പൊട്ടിക്കുന്ന സംഭവം
ഒന്നൊരു ശരി ആരും വേണ്ട നിങ്ങൾ നിന്നാ മതി സമയത്തിന് കേക്കിലൊക്കെ ഉണ്ടാ തൊപ്പി വെക്കണേ അതിഥി ശരിക്കും Happy birthday. Happy birthday. അതടിയിൽ തട്ട് ഇങ്ങോട്ട് നോക്കണേ ആടെ ഒന്നും പൊട്ടാൻ വേണ്ടി നോക്കുന്ന പോലെ നോക്കുന്നുണ്ട് കാത്തു അത് പൊട്ടീന്ന് വിചാരിച്ചോ ഉണ്ണിക്കറി ഉണ്ണി നല്ല വാങ്ങാൻ അതേത് ഭാഗത്ത് നിന്ന് നോക്കണ്ട് ഉണ്ണിത്തി ഞാൻ പിടിച്ചത് അന്വേഷിച്ചു അയ്യോ പൂത്തൊക്കെ കിട്ടിയിട്ടില്ല കുറച്ചിട്ടായിരുന്നോ ആടെ തോടിൻ്റെ അടുത്ത് തോടില്ലേ അവിടെ അന്ന് പോയില്ലേ തോട്ടിലൊന്നും ഇല്ല അപ്പം മൂഞ്ചി കണ്ട് അപ്പൊ ഇവിടെ അടുത്ത ആള് വരുന്നേ അതിന് ചേർന്നു
തലകളെല്ലാം വെട്ടിക്കോളും. അപ്പൊ ഞങ്ങളെല്ലാരും ഫുഡ് കഴിക്കാണ്. ഒരാള് ഫോണിങ് തുടങ്ങി. നെയ്ച്ചോർ, കോഴിക്കറി, കോഴി ഫ്രൈ ആൻഡ് കച്ചമ്പർ. ഇതെന്റെ സ്വന്തം കെട്ടിയ ആരില്ലേ ആരില്ലേ. അപ്പൊ ഇപ്പെല്ലാം പോവാണ്. അവിടെ വിളിച്ചേ ടാറ്റാ. മീമിയുണ്ട് മീമി ഞാൻ കണ്ടില്ലായിരുന്നു. നീ അപ്പൊ എങ്ങനെയാണ് എല്ലാരും അതിലെ കൂട്ടാണ് ബൈ ബൈ. പോയി. പിന്നെ അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. പിന്നെ ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ ഇത് രാത്രിയിൽ വന്ന ഗസ്റ്റുകളാണ്, രാഹുലേട്ടൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ നെച്ചിപ്പടുപ്പിലെ ഗായ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.